പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ഇഹ്സാനുള്ളവരായി തീരുക എന്നുള്ളത്. എന്താണ് ഇഹ്സാൻ്റെ ഉദ്ദേശം? ഇഹ്സാൻ എന്ന് പറയുകയാണെങ്കിൽ ഉപകാരം ചെയ്യുക എന്നാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഓരോരുത്തരോടുമുള്ള കടമകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒന്നുണ്ട് കടമകൾ മാത്രം പൂർത്തിയാക്കൽ. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന അത് മാത്രമല്ല, നേരെ മറിച്ച് ഇഹ്സാനോട് കൂടി പെരുമാറുക എന്നുള്ളതാണ്. അഥവാ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപകാരം ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരോടുമുള്ള കടമകൾ പൂർത്തിയാക്കണം. തൻ്റെ മാതാപിതാക്കളുടെ, തൻ്റെ ഭാര്യ മക്കളുടെ, തൻ്റെ കൂട്ടുകാരുടെ, ഇങ്ങനെ തുടങ്ങി താൻ ബന്ധപ്പെടുന്ന ഓരോ മേഖലയിലും എന്താണോ അവിടെ ഏറ്റവും നന്നായി ആവശ്യമായിട്ടുള്ളത്, തൻ്റെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ നമ്മളിൽ നിന്നും എന്ത് നന്മയാണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം പ്രവർത്തിക്കലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അവർ ചോദിക്കുന്നതും പറയുന്നതും മാത്രമല്ല, അവരോടുള്ള കടമകൾ മാത്രമല്ല, അവരുടെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരുമായി വർത്തിക്കലും, എല്ലാവരെയും സഹായിക്കലും, എല്ലാവർക്കും വേണ്ട ഉപകാരങ്ങൾ ചെയ്യലും, ഏതെല്ലാം മേഖലയിൽ നാം ഏർപ്പെടുന്നുണ്ടോ ആ മേഖലയിലെല്ലാം ഏറ്റവും നന്മ ഉണ്ടാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ ഇഹ്സാൻ്റെ ഗുണം ഓരോ വിശ്വാസികളും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. നാട്ടിലുള്ള എല്ലാവരും ഇഹ്സാനോടുകൂടി പരസ്പരം പെരുമാറുകയാണെങ്കിൽ ആ നാട്ടിൽ സമാധാനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം ഇഹ്സാനോടുകൂടി തൻ്റെ കൂടെയുള്ളവരുടെ ആഗ്രഹവും നന്മയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ, അവരിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങിയാൽ, ഇഹ്സാൻ്റെ ഉന്നതമായ ഈ ഗുണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുടുംബത്തിലും ജീവിതത്തിലും എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും കാണാൻ സാധിക്കുന്നതാണ്.